സത്യത്തിൽ എന്താടാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ശരി, ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ. സർ, റാം സർ, എന്താ കാര്യം മിസ്സേ? നിങ്ങളെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. ഞങ്ങൾ ചെന്ന് കണ്ടോളാം. മിസ് ചെല്ല്. ഓക്കെ. പ്രിൻസിപ്പാൾ എന്തിനായിരിക്കും വിളിക്കുന്നത്? ആർക്കറിയാം, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. മേ കമ്മിങ് സർ? കമ്മിങ്. സാർ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? അത് പിന്നെ നിങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ആനുവൽ ഡേ ആണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സമയം താമസിച്ചില്ലേ, അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ. എന്നാൽ ഞങ്ങളങ്ങോട്ട്. പിന്നെ ആരും എപ്പോഴാ വരുന്നത്? അവൻ എപ്പോഴാ നാട്ടിലോട്ട് വരുന്നതെന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അവനോട് നാട്ടിലോട്ട് വരാൻ പറ. ഓക്കെ സാർ. ശരി, നിങ്ങൾ ചെല്ല്. എന്റെ പൊന്നു മോനെ, നീ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ നോക്ക്. നിന്നെ ഇവിടെ അച്ഛൻ തിരക്കി തുടങ്ങി. അങ്ങക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ? ദേ ആരു, അത് നമ്മുടെ അച്ഛനാ, അത് ഓർമ്മ വേണം കേട്ടോ. അതിന് ഞാനെന്തിനു വേണോ? നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലടാ, നീ ഇപ്പോ വീട്ടിലാണോ അതോ സച്ചുവിന്റെ വീട്ടിലാണോ? ഞാൻ നമ്മുടെ വീട്ടിലാടാ. നീ എന്താടാ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ലടാ, ഞാൻ ചിന്നുവിനെയും സച്ചുവിനെയും കുറെ തവണ വിളിക്കുന്നു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സച്ചു ഫോൺ എടുക്കില്ല, അതുപോലെ തന്നെ ചിന്നുവും ഫോൺ എടുക്കില്ലടാ. ഇനി എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ആടാ, ഞങ്ങൾ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി വന്നിടിച്ചു, പക്ഷെ ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടായില്ല കേട്ടോ. എന്താ, നിങ്ങൾ ഓക്കെ അല്ലേ? ആടാ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പിന്നെ സച്ചുവിന്റെയും ചിന്നുവിന്റെയും ഫോൺ പൊട്ടി. എന്റെ ഫോണിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ആ വണ്ടിയുടെ നമ്പർ വല്ല ഓർമ്മയുണ്ടോ? ഇല്ലടാ. നീ കിടന്നോ രാമ, നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ് ആരു. ഗുഡ് നൈറ്റ് രാമ. ഗുഡ് മോർണിംഗ് സച്ചൂട്ടാ. ഗുഡ് മോർണിംഗ് യാദൂട്ടാ. കയറി വാ. നീ എന്താടാ രാവിലെ തന്നെ? നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. എങ്ങനെയുണ്ടടാ ഇപ്പോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, തലയ്ക്ക് മാത്രം ചെറിയൊരു മുറിവ്, അത്രയല്ലേ ഉള്ളൂ. പിന്നെ കൈക്കും ചെറിയൊരു മുറിവ്. പിന്നെ എന്നെക്കാൾ ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയത് ഷിന്നുവിനല്ലേ. ഓ, ചിലങ്ക എവിടെ? അവള് മുറിയിലുണ്ട്. ഞാൻ പോയി അവളെ കണ്ടിട്ട് വരാം. ശരി, നീ ചെല്ല്. ആള് നല്ല ഉറക്കാണല്ലോ. എന്റെ പെണ്ണിന് ഒരുപാട് മുറിവുണ്ടല്ലോ. ഏവനായാലും ഞാൻ വെറുതെ വിടില്ല അവന്മാര്. കണ്ടോ? ആടാ, അവള് നല്ല ഉറക്കത്തില്ല. ഉറങ്ങട്ടെ. ഡോക്ടർ എന്ത് പറഞ്ഞു? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 2 ദിവസത്തേക്ക് യാത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. റാമിനിപ്പോ എങ്ങനെയുണ്ട്? അവനൊന്നും പറ്റില്ലടാ, അവൻ ഓക്കെയാണ്. എന്നാ ഞാൻ ഇറങ്ങുവാടാ. ശരിയടാ. പിന്നെ നിന്റെ പെങ്ങളി കാര്യമൊന്നും അറിഞ്ഞില്ലേ? പിന്നെ അറിഞ്ഞ്. ഇത് ചെയ്ത് ആരാണെന്ന് അറിയാൻ വേണ്ടി തിരക്കി നടക്കുക. എന്നാ ഉടനെ കിട്ടും. ആ, അതെ. ചേട്ടാ, ഈ രാജേന്ദ്രൻ ആരാ? നിക്കുന്ന അയാളോ? എക്സ്ക്യൂസ് മീ, എന്താ വേണ്ടേ? തന്റെ പേര് രാജേന്ദ്രൻ എന്നാണോ? അതെ. നിങ്ങളാരാ? അതൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞു തരാം. ഇപ്പൊ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വാ. എവിടേക്ക്? പറയാം, ചേട്ടാ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. നമ്മളെന്താ ഇവിടെ? പറയാം, ചേട്ടാ ഇപ്പം വാ. അവർ അകത്ത് കയറിയതും 3 പോലീസുകാർ വന്ന് രാജേന്ദ്രനെ പിടിച്ചുകൊണ്ട് പോയി. ഇത്ര പെട്ടെന്ന് ഇവനെ എങ്ങനെ കിട്ടി? അതൊക്കെയുണ്ട്. ഇവനാണോ ആ ലോറി ഓടിച്ചതെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങളെ സമ്മതിക്കണം. എന്നാ ഞങ്ങൾ പോട്ടെ വെച്ചാ, ചിന്നുവിനെ കാണണം. ആ, നിങ്ങൾ ചെല്ല്. സർ, ആ പോയത് 4 സ്റ്റാർസ് അല്ലേ? അതെ. ആ ടീമിൽ സാറിന്റെ മോളും ഉണ്ടല്ലേ? അതെ. காதல் சொல்ல நொடி ஒன்று போதுமே, அதை நானும் மைப்பிக்கத்தானே ஒரு ஆயுள் வேண்டுமே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜன்மம் வேண்டும். என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய்?